സ്വാഭാവികമായിട്ടും RJ ബിൻസിയും മറ്റൊരു പുരുഷനുമായിട്ട് ചുംബിച്ചുകൊണ്ടിരിക്കുന്നത് പൊതുസ്ഥലത്ത് ചുംബിച്ചുകൊണ്ടിരിക്കുന്ന കണ്ടാൽ ചാച്ചൻ പ്രതികരിക്കാതെ. ഗേൾസിന് അത്യാവശ്യം ഫ്രീഡം അനുവദിച്ചു കൊടുക്കുന്ന ഒരു മോഡേൺ ഫാമിലിയാണ് ഞങ്ങളുടെ. ഒന്നാമത്തെ കാര്യം, RJ ബിൻസി ഒരു ഉമ്മ കൊടുക്കണമെങ്കിൽ അതിന് ഒരു അർഹത വേണം, ഒരു മിനിമം ക്വാളിറ്റി വേണം. പക്ഷെ അതിനൊരു അന്തസ് വേണം, ഒരു സത്യസന്ധത. ഞാനത് എപ്പോഴും കീപ്പ് ചെയ്യുന്ന ആളാണ്. ഇവിടെ മോല് കണ്ടോ, ഇനിയിപ്പോ ഇതും പറഞ്ഞാൽ വഴക്കിടണ്ട. നമ്മൾ നാറി, ശരിക്കും നാറി. ഞാൻ ജനകൂടികളുടെ ആനന്ദ സ്ഥാപനമാണ്. അപ്പൊ ഇനി നമുക്ക് പ്രതീക്ഷിക്കാം. ഇനിയും ആനന്ദ താണ്ഡവമാടാൻ അടിയൻ ഇപ്പൊ ത്രാണിയില്ല. എടാ, എന്നാൽ ഈ വീഡിയോ ഇത് ആരാടെ എടുത്തത്? എനിക്ക് അറിയാൻ പാടില്ലാണ്ട് ചോദിക്കുക. ഏതവനെ ഇതൊക്കെ എടുക്കുന്നത്? സമ്മതിക്കണം കേട്ടോ ക്യാമറമാനെ. ഇതൊക്കെ സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെട്ടാൽ ഒരു നാഷണൽ അവാർഡ് വരെ കിട്ടാനുള്ള സാധ്യതയുണ്ട്. എങ്കിലും അത് അപ്പാനി പിന്നെ മറ്റേ സരിക ബിൻസി ഇവര് 3 പേരുമാണെന്ന് ഏകദേശം ഉറപ്പാണ്. ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കുന്നു പറഞ്ഞത് ഇപ്പൊ എനിക്ക് മനസ്സിലായി. വരാനുള്ളത് വഴി തങ്ങത്തില്ല, കിട്ടാനുള്ളത് അപ്പ വാങ്ങിച്ചു. അപ്പാനി ബിൻസി തമ്മിൽ ഭയങ്കര കൂട്ടാണ്, അവര് തമ്മിൽ ഭയങ്കര ഫ്രണ്ട്ഷിപ്പ് ഓവറാണ് എന്നൊക്കെ പറഞ്ഞ ആൾ അനുവാണ്. നമ്മൾ ആണുങ്ങൾ പ്രലോഭനങ്ങളിൽ അടിമപ്പെടരുത്. പെണ്ണുങ്ങൾക്ക് നഷ്ടപ്പെടാൻ ഒന്നുമില്ല, അത് നീ മനസ്സിലാക്കണം. നിങ്ങൾ തമ്മിൽ പ്രണയം അങ്ങനെ പറഞ്ഞോന്ന് എനിക്കറിയില്ല. എന്തെങ്കിലും മെഴുകി വെക്കാതെ ഒരു കാര്യമായിട്ടുള്ള ഒരു പോയിന്റ് പറഞ്ഞു. എന്താ അതിനകത്ത് എന്തെങ്കിലും തെറ്റുണ്ടോ? ഒരാളുടെ ഇഷ്ടമല്ലേ എന്ത് കാണിക്കണം കാണിക്കണ്ടെന്നുള്ളത്. എന്നിട്ട് അവങ്ങളുടെ താളം വിടുന്നു. അറിയിടാ, നമ്മളൊക്കെ ചുമ്മാ ഡയലോഗേ വിടൂ, ജീവിതത്തിൽ കാണിക്കൂല. സത്യം. ബിൻസിക്ക് ക്ലിവേജ് കാണിക്കുന്നതിൽ ഒന്നും പ്രശ്നമൊന്നും. എനിക്ക് കംഫർട്ടബിൾ ആണെങ്കിൽ പിന്നെ ഞാൻ ആരെ കെയർ ചെയ്യണം? എന്ത് ഡ്രസ് ഇട്ടാലും ഞാൻ എന്റെ കംഫർട്ടബിൾ ആണ് നോക്കുന്നത്. ഞാൻ ഓക്കെ ആണെങ്കിൽ എനിക്ക് വേറെ ആരും ബോധിപ്പിക്കേണ്ട കാര്യമില്ല. നാരായണൻകുട്ടി, അതൊരു പ്രത്യേക സുഖമല്ലേ, എല്ലാവർക്കും കിട്ടൂല്ലാതെ. അതിന് ഭാഗ്യം ചെയ്യണം. അപ്പം ചാച്ചനൊക്കെ അത് അംഗീകരിക്കുമോ? പിന്നെ അതിനെന്താ, ഒരു കോട്ടയംകാർക്ക് നമുക്കൊക്കെ വേറൊരു സംസ്കാരം വേണമെന്നില്ല, വെള്ളം ഒഴിച്ചാലും മതി പൊട്ടിത്തെറിക്കാൻ. പിന്നെ DNA ടെസ്റ്റ് എന്ന് പറഞ്ഞു ഇവിടെ കൊടി പിടിക്കാൻ വരരുത്, പറഞ്ഞേക്കാം.